ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് ചില്ലി സാൻഡ്വിച്ചാണ്. ആദ്യം ചില്ലി കട്ട് ചെയ്ത് പച്ചമുളക്, അതിനകത്തേക്ക് ഒരു കപ്പ് മൊസറല്ല ചീസും പിന്നെ നോർമൽ ചീസും കൂടി മിക്സ് ചെയ്തത്, പിന്നെ ക്യാപ്സിക്കം, അതായത് ചെറുതായി നുറുക്കിയ ക്യാപ്സിക്കം, ഇത് മൂന്നും നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലിയെ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഇൻ കേസ് കുട്ടികൾക്ക് കൊടുക്കുകയാണ് സ്പൈസി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ചില്ലി അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ ഒരു ടേസ്റ്റിനായി ആഡ് ചെയ്യുന്നത് സ്വീറ്റ് ചില്ലി സോസാണ്. ഇതിലധികം സ്പൈസ് ഇല്ലാത്ത ഒരു സോസാണിത്. സ്വീറ്റാണ്, കുറച്ച് സ്വീറ്റ്നെസ് ടേസ്റ്റ് അതിന് കൊടുക്കും ഈ സാൻഡ്വിച്ചിലേക്ക്. ഇതിന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ബിക്കോസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം അതിനധികം ഇതിന്ന് വെള്ളം അങ്ങനെ മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് ഇല്ല, ചാൻസ് കുറവാണ്. സോ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, ക്യാപ്സിക്കം, ചില്ലി ആൻഡ് ചീസിൻ്റെ ഒരു മിശ്രിതം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. അതിൻ്റെ നടുവിൽ വെച്ച ശേഷം കുറച്ച് ഞാനിതിൽ കാണിക്കാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എള്ളില്ലേ, വെള്ള എള്ള് ഞാൻ വറുത്ത് വെച്ചതുണ്ടായിരുന്നു. സോ വെള്ള എള്ള് ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. കുറച്ച് ഒന്നുകൂടി ഒരു ഹെൽത്തി വേർഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് സോ കുറച്ച് എള്ള് കൂടി അതിൻ്റെ ഉള്ളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത ശേഷം നമ്മൾ നോർമൽ ഒന്നുകിൽ നമുക്ക് ദോശ തവയിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് മേക്കറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായാലും ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഈവൻ നമുക്ക് പാക്ക് ചെയ്ത് ലഞ്ച് ബോക്സിലേക്കും കൊടുക്കാൻ വളരെ നല്ലതാണ്. ട്രാവൽ ചെയ്യുമ്പം ഒരു അലുമിനിയം ഫോയിൽ കവർ ചെയ്ത് വെച്ച് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുക്കാം, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം, ഈവനിങ് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. കുറച്ച് പണി കുറവുള്ള ഒരു ഡിഷാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, എന്നാൽ ഹെൽത്തിലധികം കോംപ്രമൈസും ചെയ്യാതെ. ഇവിടെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ ആ ഒരു ബട്ടർ തേച്ചിട്ട്, ബ്രെഡിൻ്റെ മുകളിൽ ബട്ടർ തേച്ചിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ കൂടി ഈ നമ്മുടെ എള്ളുണ്ടല്ലോ, വൈറ്റ് എള്ള് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു ലുക്കും ഉണ്ടാവും അതിന് ടോസ്റ്റ് ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക്. സോ അത് ആയി കഴിഞ്ഞു. ഇനി എടുത്ത് പ്ലേറ്റിംഗ് ആണ്. ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ അതിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ്സ് കട്ട് ചെയ്യാതെയും കഴിക്കാവുന്നതാണ്. ബിക്കോസ് അതിൻ്റെ ആവശ്യമില്ല, കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനൊരു പ്രസൻറ്റേഷന് നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സൈഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. ഈ സൈഡ്സിനെ നമുക്ക് വേണമെങ്കിൽ മുന്നേയും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ ആകുമ്പം ആ ഒരു സൈഡ്സിനെ നമുക്ക് ടോസ്റ്റ് ചെയ്ത് നമ്മുടെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിനെ നല്ല ഒരു അതിന് കോട്ടിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് എടുക്കില്ലേ, ബ്രെഡ് ക്രംസ് എടുക്കുമല്ലോ, അതേപോലെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി വളരെ ഈസിയും ഹെൽപ്ഫുള്ളും ടേസ്റ്റി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന് ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം ഒരു പ്രസൻറ്റേഷന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. സോ ആസ് എൻ അമച്വർ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ചെയ്യുന്നതിൽ. ക്യാമറ പിടിക്കാനും അത് സെറ്റ് ചെയ്യാനും ഒക്കെ ഒരു പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. സോ അതിൻ്റേതായ എല്ലാവിധ ഡ്രോബാക്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇതാണ് എൻ്റെ കോർണർ, ഫോട്ടോ എടുക്കുന്ന കോർണറാണ്. അവിടത്തേക്ക് ഞാൻ മാറ്റി വെച്ച് പല പല ആംഗിളിൽ വെച്ച് നോക്കുകയാണ്, ഏത് ആംഗിളിലാണ് ഇതൊരു ഭംഗി കാണാൻ വേണ്ടി എന്നൊക്കെ. സോ
ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ അവിടെ ഫോണിലുണ്ട്. ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സോ കാഴ്ചയിലും ഒരു അപ്പീലിംഗ് ആണ്.